ഹലോ എവ്രി വൺ, Q3 വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1.5 കിലോ വെയിറ്റുള്ള ഒരു ടോൾ കേക്കാണ് ചെയ്യാൻ പോകുന്നത്. വാനില കേക്കിൽ സ്ട്രോബെറി ഫ്ലേവറുള്ള ഒരു കേക്കാണ് ചെയ്യുന്നത്. 7 ഇഞ്ചിൻ്റെ 2 ടിന്നും 4 ഇഞ്ചിൻ്റെ 1 ടിന്നുമാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ടോട്ടൽ 6 എഗ്ഗ് യൂസ് ചെയ്തിട്ടാണ് 3 ടിന്നിലാക്കിയ നമ്മൾ ഈ ഒരു വാനില സ്പോഞ്ച് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. 7 ഇഞ്ചിൻ്റെ ടിന്നിലുണ്ടാക്കിയ കേക്ക് നമ്മൾ 5 ലെയറായിട്ടാണ് ടോട്ടൽ കട്ട് ചെയ്തിട്ടുള്ളത്. 4 ഇഞ്ചിൻ്റെ ചെറിയ ടിന്നിലാക്കിയത് 3 ലെയറായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 10 ഇഞ്ചിൻ്റെ ബേസ് ബോർഡ് എടുത്ത് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ടയർ കേക്ക് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഏറ്റവും ആദ്യത്തെ ഉള്ളത് തന്നെ ചെയ്യാം. ക്രം കോട്ട് ചെയ്ത് വെക്കാം. വിപ്പിംഗ് ക്രീമും സ്ട്രോബെറി ക്രഷും കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതുമാണ് ഇതിനായിട്ട് ഫില്ലിങ്ങിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ 5 ലെയർ ആദ്യം നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ കേക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് വേഗം ഒന്ന് സെറ്റായിട്ട് ഐസിങ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ നമുക്കിതൊരു മറ്റേ കേക്ക് ചെയ്യുന്നത് വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ലെയറായിട്ടുള്ള 4-5 സൈസിലുള്ള കേക്ക് നമ്മൾ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടയർ കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ലെയറിൽ വെക്കുമ്പോൾ നമ്മൾ കേക്കിൻ്റെ ബോർഡിൽ ക്രീം അപ്ലൈ ചെയ്യരുത്. ആദ്യത്തെ ലെയറിൽ ഷുഗർ സിറപ്പോ അപ്ലൈ ചെയ്യരുത്. പിന്നീട് സാധാരണ എല്ലാ കേക്കും ചെയ്യുന്നത് പോലെ ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ടയർ കേക്ക് വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ക്രം കോട്ട് ചെയ്ത കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ആദ്യത്തെ കേക്കാണ്. അത് നമ്മൾ പീകോക്ക് ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത്. പീകോക്ക് ബ്ലൂ കളർ കിട്ടാൻ വേണ്ടി നമ്മൾ ബ്ലൂ ജെൽ കളറിൽ ഒരു റെഡ് ജെൽ കളർ 2 ഡ്രോപ്പ് കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു കളർ കിട്ടും. പൈപ്പിംഗ് ബാഗിലാക്കി ക്രീം ഇതേപോലെ നമുക്ക് കേക്കിന് ചുറ്റും സ്പ്രെഡ് ചെയ്താൽ നമുക്ക് നീറ്റായിട്ടുള്ളതും ഒരു ഫൈനായിട്ടുള്ള ഐസിങ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഐസിങ് നൈഫ് യൂസ് ചെയ്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് സ്ക്രേപ്പർ യൂസ് ചെയ്ത് നന്നാക്കി സ്മൂത്ത് ആക്കിയിട്ടൊന്ന് ഐസിങ് ചെയ്യാം. സ്ക്രേപ്പർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടും നല്ല സ്മൂത്ത് ആയിട്ടുള്ള എഡ്ജസുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ഐസിങ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതും ഫ്രിഡ്ജിലൊന്ന് കുറച്ച് നേരം വെക്കാം. നമ്മൾ മേലത്തെ ലെയർ ചെയ്തത് പ്ലെയിൻ വൈറ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ രണ്ടും നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തെടുക്കാം. നമുക്കിതൊന്ന് സ്റ്റാക്ക് ചെയ്ത് നോക്കാം. നമ്മളെപ്പോൾ ടയർ കേക്ക് ചെയ്യുമ്പോഴും കേക്ക് സ്റ്റാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് ടേണിംഗ് ടേബിളിൽ നിന്നൊന്ന് ഇറക്കി നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് വെക്കണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മെല്ലെ ഒരു ഐസിങ് നൈഫ് യൂസ് ചെയ്ത് ഇതൊന്ന് ലിഫ്റ്റ് ചെയ്ത് കേക്കിൻ്റെ മേലെ വളരെ ഈസി ആയിട്ട് വെക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ടേണിംഗ് ടേബിളിൻ്റെ മേലേക്ക് വെക്കാം. എവിടെയെങ്കിലും ചെറിയ പാച്ചസ് ഉണ്ടെങ്കിൽ നമുക്കത് ഇപ്പോൾ തന്നെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്രീം വെച്ചിട്ടുള്ള വർക്കുകളൊന്നും ഇല്ല. നമുക്കിതൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരൊറ്റൊരു സ്റ്റിക്ക് മാത്രമാണ് സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നത്. മേലത്തെ കേക്കിന് തീരെ വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒറ്റ സെൻറ്ററിൽ മാത്രം ഒരു സ്റ്റിക്ക് ഇതേപോലെ സപ്പോർട്ടിന് വെച്ച് കൊടുത്താൽ മതി. ആ ഭാഗത്ത് നമുക്ക് കുറച്ച് ക്രീം വെച്ച് ഈ ഒരു ഗ്യാപ്പും ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി കേക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇനി അടുത്തായി നമുക്ക് കുറച്ച് ഫോണ്ടൻ വർക്ക് ചെയ്യണം. അതിനായിട്ട് ഞാൻ എടുക്കുന്നത് മാജിക് ലാറ്റ എന്ന ബ്രാൻഡിൻ്റെ ഒരു ഫോണ്ടൻ്റാണ്. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ് മാജിക് ലാറ്റയുടെ. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു റെയിൻബോ ആണ്. അതിനായിട്ട് കുറച്ച് ചെറിയ ചെറിയ പീസസ് ആക്കി ഫോണ്ടൻ്റ് എടുത്ത് അതിലേക്ക് ഒരു 4 കളേഴ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു പർപ്പിൾ കളറും പിന്നീട് ഒരു യെല്ലോ കളറ്, പിന്നെ ഒരു പിങ്ക് കളറ്, പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ളൊരു കളറ്, അങ്ങനെ 4 കളറാണ് ആഡ് ചെയ്ത് ഇതേപോലെ മിക്സാക്കി ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് എല്ലാം ഒരു ഈക്വൽ സൈസിലാവുന്നത് വരെ ഒന്ന് റോൾ ചെയ്ത് ഇങ്ങനെ നീളത്തിൽ റോൾ ചെയ്ത് വെക്കാം. റെയിൻബോക്ക് ഞാനിവിടെ 4 കളേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ 4 റോൾ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് നല്ല കറക്റ്റ് കർവായിട്ടുള്ള നല്ല ഷേപ്പിലുള്ള ഒരു റെയിൻബോ നമുക്ക് കിട്ടും. നമുക്കിനി ഇതിൻ്റെ എഡ്ജസ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഓരോ റോളും ചിലപ്പോൾ വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതൊരു വെള്ളം യൂസ് ചെയ്തിട്ടതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ 2 സൈഡും നല്ല നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരേ ലെവലാക്കി കൊടുക്കാം. നമുക്കൊരു നമ്മൾ പച്ചവെള്ളം എടുത്ത് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് എല്ലാ ഗ്യാപ്പിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ നല്ല സ്റ്റിക്കി ആയിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ നമുക്കങ്ങനെ ചെയ്യാം. ഓരോന്നിൻ്റെയും സെപ്പറേറ്റായിട്ട് ഗ്യാപ്പ് നോക്കി നമുക്കിങ്ങനെ ബ്രഷ് യൂസ് ചെയ്ത് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വെള്ളം തൊടുമ്പോൾ തന്നെ അത് സ്റ്റിക്കി ആയിട്ട് നിന്നോളും. ഞാനിതൊക്കെ രാത്രിയാണ് ചെയ്യുന്നത്. നമുക്ക് പിറ്റേന്ന് രാവിലെ 12 മണിക്കുള്ള കേക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോണ്ടൻറ്റ് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടി നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഡസ്റ്റ് ചെയ്ത് നമ്മളുണ്ടാക്കിയ ഷേപ്സൊക്കെ ഇതിലേക്ക് വെക്കുകയാണ് വേണ്ടത്.
അപ്പോൾ എല്ലാ ഫോണ്ടൻറ്റ് വർക്ക്സും ഇങ്ങനെ ഓവർനൈറ്റ് വെക്കുന്നത് കൊണ്ട് നമുക്ക് പിറ്റേന്ന് എടുക്കുമ്പം നല്ല ഡ്രൈ ആയിട്ടും നല്ല സ്റ്റിഫായിട്ടും നല്ല ഷേപ്പിൽ തന്നെ നമ്മളുണ്ടാക്കിയ എല്ലാ ഫോണ്ടൻറ്റ് വർക്കുകളും കിട്ടും. ഇനി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു കാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഫോണ്ടൻറ്റ് കാറാണ് ഉണ്ടാക്കുന്നത്. കാറിൻ്റെ ബോഡി ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ പീസ് എടുത്തൊന്ന് ജസ്റ്റ് നമ്മൾ വിരൽ വെച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നീട് രണ്ടിൻ്റെ മിററായിട്ട് നമുക്ക് നോസിൽ വെച്ചൊന്ന് റൗണ്ടിൽ ഒരു കട്ട് ചെയ്ത് അതിൻ്റെ ഹാഫ് പീസ് ഒരു 3 സൈഡിലും ഇത് നമ്മൾ വെള്ളം യൂസ് ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ടയറായിട്ട് ഞാൻ കുറച്ച് ബ്ലാക്ക് ഫോണ്ടൻറ്റും അതിൻ്റെ മേലെ കുറച്ച് വൈറ്റ് ഫോണ്ടൻറ്റും കൈകൊണ്ട് തന്നെ ജസ്റ്റ് പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കിയതാണ്. അതും കൂടെ ഇത് 4 സൈഡിൽ വെച്ച് കൊടുത്താൽ നമ്മുടെ കാറും വളരെ ഈസി ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ആ നേരത്തെ ഉണ്ടാക്കി വെച്ച റെയിൻബോയുടെ കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. രാവിലേക്ക് നല്ല ഡ്രൈ ആയിട്ടും നല്ല ഹാർഡായിട്ടുള്ള കാറായിട്ട് കിട്ടിയിട്ടുണ്ടാകും. ഇനി ക്ലൗഡ് കട്ടർ യൂസ് ചെയ്ത് 2 ക്ലൗഡ്സും കൂടെ ചെയ്യുന്നുണ്ട്. വൈറ്റ് കളർ തന്നെയാണ് ചെയ്തത്. അതും നമുക്ക് ഇതിൻ്റെ കൂടെ വെക്കാം. നമ്മൾ ഉണ്ടാക്കിയ എല്ലാ ഫോണ്ടൻറ്റ് വർക്ക്സും ഇതിലാണ് ഈ ഒരു കണ്ടെയ്നറിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റാർ കട്ടർ യൂസ് ചെയ്ത് കുറച്ച് 2 കളേഴ്സിലായിട്ട് കുറച്ചധികം തന്നെ സ്റ്റാർസും കൂടെ ഇതേപോലെ പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു യെല്ലോ കളറിലും ബ്ലൂ കളറിലുമാണ് പ്രസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു നമ്പർ 1 എന്നുള്ളത് ഞാൻ ഇതേപോലെ ഫോണ്ടൻറ്റ് പറ്റി നമ്പർ 1ൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് എടുത്ത് സൺഫ്ലവർ ഓയിൽ മിക്സ് ചെയ്ത് ഈ 1ൻ്റെ മേലെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫോണ്ടൻറ്റ് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ രാത്രി അടിച്ച് വെച്ച് പിറ്റേന്ന് രാവിലെ ഞാനൊരു ഉച്ചക്കാകുമ്പോഴേക്കാണ് എടുത്തിട്ടുള്ളത്. ആ സമയത്ത് മാത്രം ഒന്ന് എടുത്ത് തുറന്ന് നോക്കാം. റെയിൻബോ ഒക്കെ നല്ല ഹാർഡായിട്ടും ഡ്രൈ ആയിട്ടും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊന്നും ഇനി സ്റ്റിക്കായി പോവുകയോ മെൽറ്റായി പോവുകയോ ചെയ്യില്ല. കേക്ക് എപ്പോഴാണ് നമ്മൾ ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കസ്റ്റമറിന് കൊടുക്കുന്ന ആ ഒരു സമയത്ത് മാത്രമാണ് ഫോണ്ടൻ്റൊക്കെ നമ്മൾ കേക്കിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഫോണ്ടൻറ്റ് വർക്ക് ചെയ്ത് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഈ ഫോണ്ടൻറ്റ് വർക്ക്സൊക്കെ മെൽറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഫോണ്ടൻറ്റ് വർക്കൊക്കെ വെച്ച് ചെയ്ത കേക്ക് ഏറ്റവും ലേറ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പ്രോഗ്രാമിൻ്റെ ഏറ്റവും ലേറ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അവരും വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് പുറത്ത് വെക്കുമ്പോൾ നമുക്ക് ഇത് മെൽറ്റായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കേക്കിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് താഴെയാണ് റെയിൻബോ വെച്ചത്. അതുകൊണ്ട് തന്നെ സ്റ്റിക്കിൻ്റെ ഒന്നും ആശയമില്ല. ബേസ് ബോർഡിൻ്റെ ആ സപ്പോർട്ടിൽ അങ്ങനെ നിന്നോളും. പിന്നെ അവിടെ എവിടെയായിട്ട് കുറേ സ്റ്റാർസും നമ്മുടെ നമ്പർ 1 ടോപ്പറും കാർ ടോപ്പറും ഏറ്റവും മേലെയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ പറയുകയാണ്, ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ ഡയറക്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഡെലിവർ ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Q3 വേൾഡ് എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.